ബി.എൻ. ആസ്കർ ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഒരു പോളായി കൊടുക്കാറുണ്ട്. അതിനോട് പ്രേക്ഷകർ പ്രതികരിക്കാറുണ്ട്. അതിനുള്ളിൽ ചർച്ച നടക്കാറുണ്ട്. താങ്കൾക്ക് നീതി എവിടെയെന്ന് മാതാപിതാക്കൾ ഷാൻ വധക്കേസിൽ ഇരട്ട നീതി എന്ന കുടുംബത്തിന്റെ ആരോപണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്ന് ചോദ്യത്തിന് യെസ് എന്ന് മറുപടി പറഞ്ഞ 68% ആളുകളാണ്, നോ എന്ന് പറഞ്ഞ് 32%. എന്ന് പറഞ്ഞാൽ ഇരട്ട നീതി എന്ന് പറയുന്നത് ആ ആരോപണം ശരിയാണെന്ന് 68% നമ്മുടെ ഈ പോളിൽ പങ്കെടുത്ത പ്രേക്ഷകർ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അത് ഷാന്റെ കുടുംബത്തിന് മാത്രം ആരോപണമല്ല, അല്ലെങ്കിൽ SDP എന്ന സംഘടന മാത്രം ആരോപണമല്ല. സമൂഹത്തിൽ ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വരുന്ന കമന്റുകൾ നോക്കൂ. സമൂഹത്തിലെ വലിയൊരു വിഭാഗം നീതിബോധമുള്ള മനുഷ്യർ അവിടെ ഇരട്ട നീതി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. പരിഹാരം എന്താണ് ശ്രീ ബി.എൻ. ആസ്കർ? ഹാഷ്മി, ഈ കേസിന്റെ നാൾവഴികൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ അങ്ങേക്ക് ഇക്കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്താൻ കഴിയും. ഒന്ന്, അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തെ തുടർന്ന് ആ കേസിൽ പ്രതികൾ കോടതിയിൽ പോവുകയും കോടതിയിൽ പ്രതികൾ ആവശ്യപ്പെട്ടത് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്ന ആലപ്പുഴ ജില്ലാ കോടതിയിൽ നിന്ന് ആ കേസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നതിന്റെ പറഞ്ഞതിന്റെ ആവശ്യത്തിന്റെ പ്രതികളുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസും അഡീഷണൽ ജില്ലാ കോടതിയായ മാവേലിക്കര കോടതിയിലേക്ക് കേസ് മാറ്റുകയും അവിടെ വിചാരണ നടത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല, ആ കേസിൽ ജാമ്യാപേക്ഷ ഹൈക്കോടതി സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടായിട്ടുണ്ട്. സ്പീഡി ഡിസ്പോസൽ ചെയ്യണം, ആ കേസിലെ തീരുമാനം വളരെ വേഗം ചെയ്യണം എന്ന് കോടതിക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസ് ഇത്ര വേഗം തീർന്നിട്ടുള്ളത്. എന്നാൽ തിരിച്ച് അഡ്വക്കേറ്റ് ഷാനിന്റെ കേസിൽ അത്തരത്തിലൊരു സാഹചര്യം വരാതിരുന്നതിന്റെ കാരണം അതിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ 2 പേർ രാജിവെച്ച് പോവുകയുണ്ട്. ഇപ്പൊ മൂന്നാമതൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വന്നിട്ടുണ്ട്. അതിൽ ഈ 2 കേസിലും പോലീസ് നടത്തിയിട്ടുള്ള നടപടിയാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഒരു കേസ് 82ാമത്തെ ദിവസവും മറ്റൊന്ന് 83ാമത്തെ ദിവസവും കുറ്റപത്രം സമർപ്പിക്കാനായി. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് പോലീസ് സത്വരമായി അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്ത്, അതായത് കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ഷാന്റെ ബന്ധുക്കളുടെയോ ആവശ്യപ്രകാരമാണ് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ്. അങ്ങനെ അപ്പോയിന്റ് ചെയ്ത 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ സമ്മർദ്ദത്തെ തുടർന്ന് രാജിവെച്ച് പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഒരു ഡിലേ വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിലെ പ്രതികൾ വ്യക്തിപരമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ്. അവർക്ക് വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ള സമ്മർദ്ദം, അല്ലാതെ രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മർദ്ദമോ അല്ലെങ്കിൽ സർക്കാരിന് ഇതിലൊരു ഉത്തരവാദിത്വമില്ല. ഇപ്പം മധു കേസിൽ നമ്മൾ കണ്ടതാണ്, കേസ് ഏതാണ്ട് ചത്തുപോയ കേസിൽ നിന്നാണ് ഒരു അഭിഭാഷകൻ അതിനെ അത്രയെങ്കിലും ആ പ്രതികൾക്ക്, നിഷ്ഠൂരായ പ്രതികൾക്ക് ആ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത്. സർക്കാരിന് അതിൽ ഉത്തരവാദിത്വമുണ്ട്. സർക്കാരിന് അതിൽ ഉത്തരവാദിത്വമുണ്ട്, ഇല്ലേ ഹസ്കർ? അങ്ങനെയല്ല, ഓൾറെഡി ഇങ്ങനെ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഷാബു പ്രസാദൊക്കെ അങ്ങനെ പറയുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അപ്പോയിന്റ് ചെയ്യുന്നത് എപ്പോഴും ബന്ധുക്കളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ്. അവിടെ ഒരു പ്രോസിക്യൂട്ടർ ഉണ്ട്. ആ പ്രോസിക്യൂട്ടർ കേസ് നടത്തിയാൽ അത് ഒരുപക്ഷെ പക്ഷപാതപരമായി പോകും എന്ന സംശയത്തിന്റെ പുറത്ത് ഇരകളുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എപ്പോഴും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അപ്പോയിന്റ് ചെയ്യാറുള്ളത്. അങ്ങനെ 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ അപ്പോയിന്റ് ചെയ്തു. അവർ 2 പേരും രാജിവെച്ച് പോയി. അതുകൊണ്ടാണ് ഈ കാലതാമസം ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ 2-ാം തീയതി മുതൽ ആ കേസിന്റെ കുറ്റപത്രം വായിക്കും. കുറ്റപത്രം വായിച്ചു കഴിഞ്ഞാൽ വളരെ വൈകാതെ തന്നെ ആ കേസ് ഷെഡ്യൂൾ ചെയ്യും. മാത്രമല്ല, പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് അത് സർക്കാർ അഭിഭാഷകനെ എതിർത്തുകൊണ്ടല്ല. അതിന്റെ ഒരു നിയമപരമായ ഒരു പ്രശ്നമുണ്ട്. കാരണം അണ്ടർ ട്രയൽ പ്രിസണേഴ്സായ ഈ പ്രതികൾ, ആ കുറ്റാരോപിതർ മാത്രമാണ് അവരിപ്പോ. ആ കുറ്റാരോപിതർ എന്ന നിലയിൽ അവരെ അങ്ങനെ ജയിലിൽ ഇട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് സുപ്രീം കോടതി അടക്കം പല വിധികളിലും പറഞ്ഞിട്ടുള്ളത്. രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ പ്രതികൾ ജാമ്യത്തിൽ പോയത് എങ്ങനെയാണ്? അല്ല, ജാമ്യം കിട്ടാതിരിക്കുന്നത് എങ്ങനെയാണ്? ജാമ്യം കിട്ടാതെ അകത്തുണ്ടാവുന്നത് എങ്ങനെയാണ്? അതിൽ ജാമ്യം ലഭിച്ചില്ല. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി വരെ ആ കേസിൽ ജാമ്യത്തിന് പോയി, ജാമ്യം ലഭിച്ചില്ല. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വളരെ വേഗം കേസ് നടത്തണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം കൊടുത്തത്. ഇല്ല സാർ, ഈ നമ്മൾ രാഷ്ട്രീയം മാറ്റി നിർത്തി മനസ്സുമായി ചിന്തിച്ചാൽ 2 കൊലപാതകങ്ങൾ, 2 പേരാണ്, 2 പേരും അഭിഭാഷകരാണ്, 2 പേരും 2 സംഘടനയുടെ സംസ്ഥാന നേതാക്കളാണ്, 2 പേരും പൊതുസമൂഹത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന 2 പേരാണ്. അതിൽ ഒരാളുടെ കേസിന്റെ വിചാരണ മാത്രം അനന്തമായി എപ്പോൾ തുടങ്ങാൻ കഴിയുമെന്നറിയാതെ നീളുകയും, രണ്ടാം തുടങ്ങാൻ പോകുന്നു. ഒരു കേസിലെ പ്രതികൾക്ക് മുഴുവൻ ജാമ്യം കിട്ടുകയും മറ്റേ കേസിലെ പ്രതികൾക്ക് മുഴുവൻ ജാമ്യം കിട്ടാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തോ ഒരു അഭംഗിയില്ലേ ശ്രീ ബി.എൻ. ഹസ്കർ? ഹാഷ്മി, ഞാൻ ഒരു ചെറിയ സംഭവം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇന്ന് തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ കോടതി കൊല്ലത്തുണ്ടായിരുന്ന ഒരു സിവിൽ സീനിയർ അഭിഭാഷകനെ കൊലപ്പെടുത്തിയ കേസിൽ, അഡ്വക്കേറ്റ് എ ബദറുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ വിധിച്ചിട്ടുള്ള ഒരു ദിവസമാണ്. 10 കൊല്ലം കഴിഞ്ഞു.
ആ കേസ് നടത്തില്ല. അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു. വളരെ കൃത്യമായി അന്വേഷണം നടത്തി സമയബന്ധിതമായി റിപ്പോർട്ട് കൊടുത്തു. ഇന്നിപ്പോ 304 ഫൈൻഡ് ചെയ്തുകൊണ്ട് ആ കേസിൽ വിധി വന്നു. ആ പ്രതിക്ക് 10 കൊല്ലം ശിക്ഷ ലഭിച്ചു. ഒരു കേസിന്റെ ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട് ആ, തന്റെ കക്ഷിയുടെ വീട്ടിൽ പോയപ്പോ അവിടെ വെച്ച് പട്ടികളിനടിച്ചു കൊലപ്പെടുത്തിയതാണ്. അപ്പൊ ആ കേസ് 10 കൊല്ലമുണ്ട്. അപ്പൊ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ അങ്ങനെ കേസുകൾ വൈകുന്നത് സ്വാഭാവികമാണ്. ഇവിടെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസിൽ വളരെ പെട്ടെന്ന് കേസ് നടപടിയിലേക്ക് പോയത് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. വളരെ വേഗം ഇത്തരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകിയത് അതുകൊണ്ട് മാത്രമാണ്. ശരി, അതുകൊണ്ടാണ് ശരി. ആ കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരുന്നത്. ഓക്കെ, എന്നാൽ താങ്കൾ തിരിച്ചു ഷാന്റെ കേസിൽ ജാമ്യം ലഭിച്ചത് അവർ ആ കേസിലെ പ്രതികളായിട്ടുള്ളത് ഈ നീണ്ടുപോകുന്ന ട്രയലിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി നീണ്ടുപോകുന്ന കാലയളവ് പരിഗണിച്ചുകൊണ്ടാണ് അതിൽ ജാമ്യം കൊടുത്തത്. കാര്യം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ 2 തവണ രാജിവെച്ച് പോയതല്ലേ. അപ്പൊ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തുടക്കത്തിൽ എടുത്ത സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജയനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആ കേസിൽ തുടർന്ന് നിന്നിരുന്നു എങ്കിൽ കൃത്യമായിട്ട് ഇതോടൊപ്പം തന്നെ ആ കേസിലും വിധി വന്നേനെ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് അബ്ദുൽ ജബ്ബാർ കണ്ടുവരാറുള്ളത്.